ഹലോ. അപ്പോൾ ഇന്നുള്ളത് ഷാർജ എക്സ്പോ സെൻറ്ററിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതൊരു 1 വീക്കോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്, ഭയങ്കര റഷാണ് കേട്ടോ. ഇവിടെ ഓരോ ലാംഗ്വേജിലുള്ള ബുക്സും ഓരോ ഡിഫറെൻറ്റ് സെക്ഷനിലായിട്ടാണ് കേട്ടോ അവർ വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം ചെന്ന് പെട്ടത് അറബിക് സെക്ഷനിലായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ മലയാളം ഇംഗ്ലീഷൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് പിന്നെ നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ബുക്സുകളുണ്ട് കേട്ടോ. ഇത് അറബിക്കാണോ?
അങ്ങനെ നമ്മൾ ഇന്ത്യ സെക്ഷൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ DC ബുക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. സ്റ്റുഡൻസ് ആയാലും ഫാമിലീസ് ആയാലും ഒരുപാട് പേര് വന്ന് ബുക്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആയ കാരണം കൊണ്ട് പിന്നെ അത്യാവശ്യം അവർ ഓഫർ കാര്യങ്ങളെല്ലാതും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നല്ല തിരക്കുണ്ട്. ലച്ചുവിൻ്റെ ഫേവറേറ്റ് ബുക്കാണിത്, വിംബി കിഡ്. അവൾ അതിൻ്റെ 2-3 സീരീസ് വായിച്ചിട്ടുണ്ട്. വേറെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബുക്ക് ഫെയർ എന്നുള്ളത് എല്ലാ വർഷവും ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബുക്ക് ഫെയറിൽ ഒന്നാണ് കേട്ടോ. ഈ വലിയ ആകർഷണമാണ് കേട്ടോ നൽകുന്നത്. കാരണം ഒരുപാട് ടൂറിസ്റ്റുകളായാലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. 2 ദശലക്ഷത്തിലധികം സന്ദർശകരാണ് ഈ ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ മേളയിലെ പുസ്തകങ്ങൾ 210-ലധികം ഭാഷകളിൽ വൈവിധ്യമാർന്ന വിഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. അതേസമയം തന്നെ ബുക്കുകളുടെ പാനലുകളിൽ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെയും രചയിതാക്കളുടെയും ഒരു താരനിര തന്നെ ഉണ്ട്. എല്ലാവിധ ഭാഷകളിലും എല്ലാവിധ സാഹിത്യകാരന്മാരുടെയും ബുക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ, പാരൻസ് ആയാലും വിദ്യാർത്ഥികളായാലും എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരുന്നുണ്ട്. കുട്ടികൾക്കായാലും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് വൈവിധ്യമാർന്ന ബുക്കുകൾ പല 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 രീതിയിലുള്ളത് ഇവിടെ ഉണ്ട്. അവർക്ക് തിരഞ്ഞെടുക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു സാഹചര്യമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ നിർബന്ധമായിട്ടും കാണിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ മലയാളം സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ധന്യ ചേച്ചിയുടെ ബുക്കുണ്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കർണാഭരണം ധന്യ അജിത്ത് എന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഓൾറെഡി നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചേച്ചിയെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. ഫൈനലി കണ്ടു. അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ അതേ ആര്യക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ആര്യയുടെ 3rd ബുക്കാണ് കേട്ടോ. ആര്യ നല്ല അടിപൊളി എഴുത്തുകാരിയാണ്. ആര്യയുടെ ഫസ്റ്റ് 2 ബുക്കുകളാണ് കേട്ടോ ഈ 2 എണ്ണം. ഇത് 3rd ബുക്കാണ് ഈ തവണ ഉള്ളത്. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇവിടെ തീരുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഇയർ വീണ്ടും എക്സ്പോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാണാൻ ഒരുപാടുണ്ട് കേട്ടോ.